ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഏറ്റവും വലിയൊരു പാർക്കിലാണ്. പന്തളത്തുള്ള ആരോഗ്യനികേതന ഹെൽത്ത് തീം പാർക്ക്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മളവിടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വേണം കയറാൻ. എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു സ്പേസ് നമുക്കിവിടെ പത്തനംതിട്ടയിലുണ്ടെന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. പക്ഷേ ഇതെല്ലാവരും അറിയേണ്ട ഒന്ന് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഒക്കെ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇൻസ്ട്രക്ഷൻസ് കാണാൻ സാധിക്കും. അങ്ങനെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഒത്തിരി മരങ്ങളുടെ ഏതൊക്കെ വകഭേദങ്ങളാണെന്നും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് അകത്തോട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു സാധനമാണ് ഫസ്റ്റിലെ കാണുന്നത്. പണ്ട് കാലത്തെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല ഭംഗിയായിട്ടാണ് അത് വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ മരങ്ങളും ചെടികളും. അങ്ങനെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന കർഷകന്മാരുടെയൊക്കെ ഉള്ള ഒരു സ്റ്റാച്ചു പോലത്തെ സാധനങ്ങളും എല്ലാം, ഒരു തണുപ്പും പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം, നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നൊരു സ്ഥലം. അതുപോലെ നമുക്കിവിടെ ഒരുപാട് സിറ്റിംഗ് സ്പേസ്, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ കൊണ്ടൊക്കെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം. പണ്ട് കാലത്തെ കുറേ കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നൊരു കാഴ്ച തന്നെയാണിത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നിപ്പോവും 20 രൂപ ഇവിടെ വളരെ കുറവാണ്, ഈ ഒരു ഫീ 20 രൂപ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട അവസാനം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്കിവിടെ വന്ന് കയറുമ്പോൾ തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന കുറേ ഓർമ്മകളും കുറേ കാര്യങ്ങളൊക്കെ ഇവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനെ കൊണ്ട് സാധിക്കും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ്. പണ്ട് കാലത്തേക്ക് നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു മുറുക്കാൻ കട ഉണ്ടല്ലോ, ആ ഒരു സെയിം സാധനം തന്നെ, അതുപോലെ തന്നെ കറക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ, ആ ഡീറ്റെയിലിംഗ് ഒക്കെ ആണെങ്കിലും പക്കയാണ്. നമ്മൾ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്തിൽ എല്ലാം നമ്മൾ മേക്ക് ചെയ്ത് വെച്ചേക്കുവാണെന്ന് അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു കട എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ സിനിമകളിലൊക്കെ സെറ്റ് ഇടുന്ന കണക്കാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. അത്ര ഒറിജിനാലിറ്റിയോട് കൂടി തന്നെയാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പഴയ കാലത്തെ ആ ഒരു സൈക്കിള്, അതുപോലെ തന്നെ ഈ കാളവണ്ടി, അതൊക്കെ പഴയ കാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കത് അതുപോലാണ് ആ ഒരു ഓരോ ഡീറ്റെയിലിങ്ങും. ആ കാളയായാലും കാളവണ്ടി ആയാലും എന്തായാലും ഓരോ ഡീറ്റെയിലിങ്ങും അത്രയ്ക്ക് നല്ല കൃത്യതയോടുകൂടി ചെയ്തേക്കുന്നതാണ്. ആ പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലവും എല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ അടുത്തായിട്ട് നമുക്കിവിടെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുവാണെങ്കിലും നമുക്ക് ഇരിക്കാനും ഫുഡൊക്കെ കഴിക്കാനെ കൊണ്ടുള്ള റെസ്റ്റോറൻറ്റ് നമുക്ക് അവിടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് കഴിയുന്നതോട് കൂടിയിട്ട് വേറെ കുറേ വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാനെ കൊണ്ട് പറ്റും. അച്ചൻകോവിലാറിൻ്റെ തീരത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അവിടെ നമുക്ക് കോർട്ട് വെച്ചിട്ട് വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയൊരു ചെസ് ബോർഡ് ഇവിടെ കാണാം. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. കാര്യം ഇത്രയും വലിയൊരു ചെസ് ബോർഡ് നമുക്ക് അവർ പ്ലേസ് ചെയ്തേക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ അച്ചൻകോവിലാറൊക്കെ വരുന്നത്. ഒരു കൈൻറ്റിക്ക് കൊണ്ട് ഒരു ഷെവർലെറ്റിൻ്റെ ഒരു കാറ് ഓടെ നമുക്ക് സെറ്റ് ഇട്ട് വെച്ചേക്കുന്നത് കാണാം. അത് നല്ലൊരു കാഴ്ച തന്നെയാണ്. പഴയകാലത്തെ ഒരു വീടിൻ്റെ ബാക്ക് സൈഡും അവിടുത്തെ അരകല്ലിൽ ഒരു അമ്മയും നമുക്ക് അവിടെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ഒരു ബേക്കറി അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനെ കൊണ്ടുള്ളൊരു ഏരിയയും ഇവർ ചെറിയൊരു പോർഷൻ ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാധനമാണിത്, ഈ ഒരു കൊമ്പനെ. അത്ര ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് ഈ ഒരു കൊമ്പനെ ഇത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം വരുന്നൊരു കാര്യമാണ്. ഇവിടെ ചുറ്റിനും ഇങ്ങനെയാണ് മരവും ചെടികളും വെള്ളക്കെട്ടും എല്ലാം നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഒരു ഓപ്പൺ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വെള്ളക്കെട്ടിൻ്റെ മണ്ടക്കായിട്ടാണ് ആ സാധനം നിൽക്കുന്നത്. ഈ ഒരു ഏരിയ കടന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ശ്രദ്ധിക്കുന്ന അവിടെ ഒരു ഏറുമാടമുണ്ട്. അത് കുറച്ച് മേലോട്ട് കയറി ചെന്നാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുപോലെ കിളിക്കൂടൊക്കെ അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കാര്യം നമുക്ക് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു നഷ്ടബോധം ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ കുറേ നിബന്ധനകളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പറയും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മളായിട്ട് അവിടെ നാശമൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ അതൊക്കെ വൃത്തികേടാക്കാതെ അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ, അതങ്ങനെ തന്നെ പോകുന്നതായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കാര്യം ഇത്രയും ഒരു ഏരിയ ഇത്രയും നീറ്റായിട്ട് ഇവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് ഒരു തവണയിലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ വെറൈറ്റി ഐറ്റം. ചെറിയ രീതിയിൽ ഒരു ബാംബു ഹട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. നല്ല രസമാണ്. അവളതിൻ്റെ മണ്ടയ്ക്ക് കയറാനെ കൊണ്ടില്ല, പടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നാച്ചുറലി എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു സെറ്റ് ഇട്ട കണക്ക്. ഇവിടുത്തെ എല്ലാം അങ്ങനെയാണ്, പഴമയിലോട്ട് കൊണ്ടു ചെല്ലുന്ന കണക്ക്. ഇതും കാണാനെ കൊണ്ടും മുകളിൽ കയറാനെ കൊണ്ടും കാണാനെ കൊണ്ടും ഒക്കെ ഒരു കൗതുകമാണ്. അവിടെ നിന്നിട്ട് ആ റൗണ്ട് നോക്കാനെ കൊണ്ടും ഒക്കെ അടിപൊളിയാണ്. അടിപൊളി ഒരു വ്യൂ ആണ് ഈ ആ ഒരു റൗണ്ടിൽ കണ്ട അങ്ങനെ നോക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്പോട്ടൊന്ന് നോക്കി വെച്ചു, പന്തളത്തുള്ള ആരോഗ്യ നികേതനം. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇവിടെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക.